ഞാൻ എന്തെങ്കിലും ജോലി പറയുമ്പോ നിങ്ങൾക്ക് ഭയങ്കര അസുഖമാണല്ലോ. എനിക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കടയിൽ പോയി റേഷൻ കടയിൽ പോയി സാധനം മേടിച്ചു. ശരി, നിങ്ങളുടെ റേഷൻ കടയിൽ പോകണം. നിങ്ങൾക്ക് തുണിയുടെ ഇറക്കാൻ കിടക്കണം, അതൊക്കെ ഒന്ന് എടുത്ത് നനച്ചിടുവോ? എന്നാ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ച് കുട്ടി അടിച്ച് ഇവിടെ ഇരുന്നോ? അതിനൊക്കെ വളം വെച്ച് കൊടുക്കാൻ എടുത്താലേ എനിക്ക് അസുഖങ്ങളൊന്നും നിന്നോട് ഞാൻ പറഞ്ഞു. പിന്നെ നീ കയ്യിൽ ഈ ഡസൻ കണക്കിന് ടാബ്ലറ്റ്സ് കൊണ്ട് നടക്കുന്നില്ല. ഇവിടെ 2 ഡോക്ടർമാരുണ്ട്, അവരെ കാണിക്കും. ഞാൻ ചെയ്യുന്നത് ജോലി അല്ലയോ? ഞാൻ ജോലി എന്തോത്തിനും ആയിക്കോട്ടെ, ലൈഫ് ഉണ്ടല്ലോ. അതാണ് നിനക്കറിയാം. എടി, ഈ ലൈറ്റ് കാരണമേ എന്നൊക്കെ എത്ര പേരെനിക്കൊന്ന് അതിനൊക്കെ കേട്ടത് പോവാ അല്ലേ? അങ്ങനെ നീ കേൾക്കണ്ട. കഴിച്ച കുഴപ്പമുണ്ട്, അതുകൊണ്ടല്ലേ കേൾക്കണ്ടെന്ന് പറഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു പണിക്ക് പോകാൻ കഴിയല്ല, അതല്ലേ എന്റെ സത്യം. പറഞ്ഞല്ലോടി. ശരി, എനിക്ക് ഒത്തിരി ആളുകളുണ്ട് ആരാധികരായിട്ട്. അല്ല, നിങ്ങൾക്ക് ആരാധകരൊന്നും ഇല്ലേ? നിങ്ങളുടെ ആരാധികമാരല്ല, എന്റെ സ്ത്രീകളാണ്. നിങ്ങൾക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കാൻ നിങ്ങളുടെ ഒരു തള്ളയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സപ്പോർട്ട് ചെയ്യും. അവരുടെ വെറുതെ ഇരിക്കുന്നൊന്നുമില്ലല്ലേ, അവരുടെ ഇൻകം ചെയ്യാനല്ലേ. എന്റെ അമ്മേ, ടിക്ടോക്ക് ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് റീൽസ് ആണ്. എന്തെങ്കിലും ചെയ്യണ്ടേ? എനിക്കെന്താണ് ഇതൊരു കുശുമ്പ്? അങ്ങനെ പറഞ്ഞോളാമേ, അങ്ങനെ പറഞ്ഞോളാം. അവന് നാളെ പോയിട്ട് ഒരു മൂവ്മെന്റായാലോ മമ്മൂട്ടി ആയാലോ ആർക്കറിയാം? എല്ലാരും അമ്മേ, വല്ല കലാബോധം ഉള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നേ. കലാബോധം എല്ലാം വായിലോട്ട് ആണെങ്കിലേ പണിക്ക് പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ മനുഷ്യൻ? നീ എന്തെങ്കിലും പറയാൻ പറ്റും? എന്നെ എത്ര പേരാണ് കിട്ടുന്നതിനറിയാം, എനിക്ക് എത്ര ആരാധനയുണ്ടെന്ന് നിനക്കറിയാം. ഞാൻ ഈ അടുത്തിടെ ചെയ്ത റീലിന് 250 ലൈക്ക് ആയിരിക്കും. 250 ലൈക്ക്. എന്താ ഞാനൊരു കാര്യം ചെയ്യാം, അതിനകത്തൊരു 50 ലൈക്ക് എടുത്ത് പുഴുങ്ങി നിങ്ങളുടെ പായിലോട്ട് വെച്ച് എന്തോന്ന് ഇത് നീ പറഞ്ഞ കിട്ടില്ല. എനിക്ക് അമേരിക്കയിലൊക്കെ എത്ര ആരാധ്യമാരുണ്ടെന്ന് നിനക്കറിയാം. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു ആരാധിക കല്യാണം ഞാൻ ചെയ്യൂടി, വേണമെന്ന് ചെയ്യും. ഞാൻ അമേരിക്ക പോയാൽ അമേരിക്കക്കാർക്ക് പൊറുക്കും. എന്താ നിങ്ങൾ രണ്ടുപേരും ഒരു കശപിശകം? ജോസഫ്, ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് തോന്നി. ഇവിടെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെ അന്നേരം ഫോൺ ചെയ്ത് എന്റെ അപ്പനോട് പറയും ഇങ്ങനെ കേട്ടോ. അത് ശരിയാ, പ്ലീസ് പറഞ്ഞ കേട്ടോ. ജോസഫേ,
ഞാൻ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു. ആ സാധനം കേടായാൽ ഒന്നുകിൽ ഞാൻ കടയിൽ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചററോട് പറയും സാധനത്തിന് കൊടുക്കാറില്ലല്ലോ. ഞാൻ ചെയ്തു. ജോസഫേ, എനിക്ക് ജോസഫിനോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇങ്ങനെ രാത്രി ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് എണീക്കും. അതല്ല, അത് ഇൻസോമിനിയ ഉണ്ട്. അതൊന്നും ഇല്ലെന്ന് ഇങ്ങനെ ഒട്ടിക്കോളൂ. ഇൻസോമിനിയ രാത്രി എഴുന്നേറ്റ് നടക്കുന്ന സോക്കേട്. അതൊന്നും അല്ല, ഒരു ഡോക്ടറെ കാണിച്ച കുഴപ്പമില്ല. അയാൾ എങ്ങനെ കൈ കിട്ടിയാറുണ്ടല്ലോ, ഞാൻ നല്ല ചെപ്പക്കുരു കണ്ടു. അതെന്താ ഇങ്ങനെ കുറക്കയില്ലെന്ന് ഡോക്ടറോട് പോയി പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞു ഒരു പെഗ് അടിച്ചാൽ മതി, നല്ല ഉറക്കം കിട്ടുമെന്ന്. അത് ശരി, എന്നിട്ട് മാറിയോ? മാറിയോന്ന് ഒരു പെഗ് അടിക്കും, പോയി കിടന്നു. പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും എണീറ്റ് വന്നിട്ട് ഒരു പെഗ് കൂടെ അടിക്കും, വീണ്ടും പോയി കിടന്നു. അങ്ങനെ ഇപ്പൊ മൊത്തം രാത്രി 12 പെഗ്. നമസ്കാരം. ഇത് ബാബു, ഞാൻ വിളിച്ചു. കൈ നോക്കി മുഖലക്ഷണം പറയൂ, മുഖം നോക്കി കൈലക്ഷണവും പറയൂ. ഉള്ളത് പറയത്തേ ഇല്ല, ഇല്ലാത്തത് മാത്രമേ പറയൂ. 10 രൂപ എന്നാൽ ഇതിന്റെ ഫലം പറയാം. ഇനി ഫലം പറയാതെ കുഴപ്പമുള്ളൂ, ബാക്കിയൊക്കെ ആയി കിടക്കായി. എന്നാൽ ഐശ്വര്യമായുള്ള മുഖം ഒരു ഫലം പറയട്ടെ. ഏതായാലും വന്നാലേ പറ. കുംഭം, മീനം, ഇടണം. ഇടവം 28-നാണ് മോടെ കല്യാണം. അതിന് എനിക്ക് മോളില്ലല്ലോ. എന്റെ മോടെ കാര്യം അറിഞ്ഞു. അടെ എന്താണ് പേര്? ജോസഫ്. ജോസഫ്. താങ്കളുടെ മൂത്തമാരാണ് ജീസസ്. ആ ജോസഫ് അല്ല, ഈ ജോസഫ്. നക്ഷത്രം പറയും. മൂലം. ജീവിതത്തിൽ എന്നും ഒരു മൂലയിൽ കിടപ്പാണല്ലേ? അങ്ങനെ എല്ലാരും പറയാറുണ്ട് കേട്ടോ. ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട ആളാണ്. എൻസിക്കും ഹിലാരിയും ഹിമാലയം കണ്ടുപിടിച്ചതിന് മുമ്പ് അതിൽ കയറി കൊടി നാക്കേണ്ട ആളാണ്. കൊളംബസേ അമേരിക്ക കണ്ടുപിടിച്ചതിന് മുമ്പേ അമേരിക്ക അവിടെ ജനിച്ച് അമേരിക്ക കണ്ടുപിടിക്കേണ്ട ആളാണ്. എന്ത് ചെയ്യാനാ, ഇവിടെ ജനിച്ചു പോയി. ജീവിക്കണം അല്ലേ? അതെ, ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല. അവിടെ എന്താണ് ജോലി? തിരിച്ച് ജോലിയൊന്നുമില്ല, അന്വേഷിച്ച് നടക്കുന്നു. രാവിലെ ഒരു ഇറക്കം, പിന്നെ ഒരു കറക്കം, കാണുന്നവരോടൊക്കെ ഒരു തറക്കം, പിന്നെ രാത്രി കിടന്നവരോ ഉറക്കം അല്ലേ? കൃത്യം. അതെങ്ങനെ അറിയും? അതൊക്കെ കൊണ്ട് ചില ദോഷങ്ങൾ നാം കാണുന്നുണ്ട്. ഉണ്ടോ? ഞാൻ ഒരു 100 രൂപ എടുത്ത് കൽപ്പിച്ചു. കണ്ണടച്ച് സകല ദൈവങ്ങളെയും ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് കണ്ണം തുറന്ന് തിരിയിട്ടുണ്ടോ? തിരിയിട്ടില്ല. ഓട്ടമുണ്ടോ? ഓട്ടയില്ല. സകല പിശാചുകളെയും ഓർത്ത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വെച്ചോളൂ. ചില ദോഷങ്ങൾ കൂടി നാം കാണുന്നുണ്ടല്ലോ. ഇനിയുണ്ടോ? വീട്ടിലൊരു ദുർമരണം. അതെ. വെള്ളത്തിൽ വീണ്. അല്ല, കിണറ്റി വീണ്. കപ്പ് കൂടി താഴ്പോയി. അല്ല, എന്റെ അപ്പൻ തള്ളിയിട്ട്. ആ പാപമാരവി കുടുംബത്തിൽ ഇപ്പോഴും നാം കാണുന്നു. കർക്കിടം 16 ഒരാൾ ഇവിടെ വരും. ആരൊക്കെ എവിടുന്ന് വരുന്നു, എന്തിനു വരുന്നു, ആര് വരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ 500 പേര് പറയാത്ത ഒരു നോട്ട് എടുത്ത് കൈ പിടിച്ചേ. 200 രൂപയുണ്ട്. ശരി, കണ്ണടച്ച് ശരിക്കും ഒന്ന് തലയിൽ ചുറ്റിച്ചോളൂ. ധാരാളം പേരെ ചുറ്റിച്ചോളാം. ധൈര്യമായിട്ട് ഇങ്ങോട്ട് വെച്ചു. ഞാനങ്ങോട്ട് പോട്ടെ. 16 ആരെന്ന് പറഞ്ഞത്? 16-ാം തീയതി വരുന്ന ആളുടെ പേരാണ് ബാബു. ഷിബുവേ, എന്തുവാടാ? സത്യമാണോ നീ പറഞ്ഞത്? എന്റെ പേര് ജാക്സൺ. ഞാൻ മാഡത്തിന്റെ മാനേജറാണ്. താങ്കളുടെ റീൽസിനെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ? അടിപൊളിയായിട്ട്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് മാറി നിൽക്കരുത്. ഇതിന്റെ തൊഴിലിനെ പിടിക്കുന്നൊന്നും വേണ്ട.
അല്ലേ, എന്റെ ഹസ്ബൻഡാണ്. എനിക്കും ശിവചേട്ടനെ കാണുമ്പോ എന്റെ ഹസ്ബൻഡിനെ ഓർമ്മ വരുന്നത്. എന്ന് പറഞ്ഞ അമ്മേ, ഈ അയാള് ഭക്ഷണത്തിന് ഇരിക്കുമ്പോ അയാൾക്ക് മോര് കിട്ടാതെ ഇറങ്ങി പോയി. അയ്യോ, അങ്ങനെയല്ല മാഡം ഉദ്ദേശിച്ചത്. മാഡത്തിന്റെ ഹസ്ബൻഡ് മറ്റു പോയെന്ന് പറഞ്ഞത് ഈ സൈഡായിരുന്നു. ഈ ഏത് സൈഡിലാണ്